ബദരീങ്ങളെ സംബന്ധിച്ച് ധാരാളം ബഹുമാനങ്ങൾ പറയാൻ തന്നെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മിഷ്കാത്തിൻ്റെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കും, വഅൻ ബഅദി തുജാരി സുലഹാഇ, സാലിഹീങ്ങളായ ബിസിനസ്സുകാരിൽ നിന്ന് ഒരാളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു, അറത്തുൽ ഹജ്ജ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, ഞാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു. വക്കാനലി മാലുൻ കസീറുൻ അഖ്ഷാ അലൈഹിമിനൽ നുസൂസ്, എനിക്ക് ധാരാളം ധനമുണ്ടായിരുന്നു, ഞാൻ കള്ളന്മാരെ ഭയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതുപോലെ ചട്ടിയും കുടിക്കുകയൊന്നുമല്ല. ഫഖതബത്തു അസ്മാ അഹ്ലി ബദരിൻ ഫി ഖിർത്താസിൻ, ഞാൻ ബദരീങ്ങളുടെ പേര് ഒരു കടലാസിൽ എഴുതി. എന്നിട്ട് വജഅൽതു ഫീ ഉസ്ഖുഫിൽ ബാബി, ഞാൻ വാതിലിൻ്റെ മേലെ അത് അവിടെ വെച്ചു. വസാഫർത്തു, ഞാൻ യാത്ര ചെയ്തു. ഫഫി അയ്യാമി ഗൈബത്തി, ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കള്ളന്മാർ വന്നു. പക്ഷേ അവർ മേലെ ടെറസിൽ കയറിയപ്പോൾ സമീഉഫിൽ ബൈത്തി ഹദീസൻ വഖഅഖഅത സിലാഹിൻ, അവർ അവിടെ വീട്ടിൽ വെച്ച് ചില ശബ്ദങ്ങളും അതുപോലെ ആയുധം തമ്മിൽ മുട്ടുന്ന ചില ശബ്ദങ്ങളുമൊക്കെ കേട്ടു. ഫറജഉ, അവർ തിരിച്ചുപോയി. സുമ്മ അതൗഫിൽ ലൈലത്തി സാനിയത്തി മിസ്ല ദാലിക ഫതഅജ്ജബു, പിറ്റേ ദിവസവും വന്നു, അപ്പോഴും അത് കണ്ടു. അപ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഞാൻ ഹജ്ജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ആ കള്ളന്മാരുടെ തലവൻ എൻ്റെ അടുത്ത് വന്നു, എന്നോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ എന്താണ് കാവലിന് ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാര്യമായി നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ചെയ്തത്, അതായത് പോലീസുകാരെ നിർത്തിയൊന്നുമല്ല, മറിച്ച് ഞാനൊരു കടലാസിൽ അല്ലെങ്കിൽ ഒരു തോലിൽ ഒരു വലായ ഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അളീം എന്ന ഖുർആനിലെ മഹത്തായ ആയത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, ആയത്തുൽ കുർസിയുടെ അവസാനം. വകതബത്തു മഅഹ അസ്മാ അഹ്ലി ബദരിൻ ബി അസ്രിഹിം, ബദരീങ്ങളുടെ പേര് മുഴുവനും അതോടുകൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തന്നെയാണ് എന്നാൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്. അങ്ങനെ കഫാനി ദാലിക്, ഞങ്ങളെ തടഞ്ഞത് അതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വെച്ച് ഈ വ്യക്തിയുടെ ഹാജിയായി വന്ന വ്യക്തിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഖേദിക്കുകയും വകതബ മിന്നി തിൽക്കൽ അസ്മാ, ആ പേരുകളൊക്കെ അദ്ദേഹം എന്നോട് എഴുതി വാങ്ങുകയും ചെയ്തു എന്ന